ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഇതുവരെയും സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മേക്കിംഗ് വീഡിയോ ആണ്. വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും സാൻഡ്വിച്ച് ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഇതുവരെയും സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ്. അതാരാണെന്ന് നമുക്കറിയാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പായി ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെജിറ്റബിൾ സാൻഡ്വിച്ചിന് വേണ്ടി കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞിട്ട് നമുക്കെടുക്കാം. അതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ ക്യാരറ്റും കൂടി ചേർക്കാം. ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അതുപോലെ കുക്കുംബറും ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർക്കാം. ഒരല്പം ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം മല്ലിയിലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ പെപ്പർ പൗഡർ ആയാലും ഉപയോഗിക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ഇതിലേക്ക് ചേർത്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കുക്കുംബറും ക്യാപ്സിക്കവും അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം ഒന്ന് കളയുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരുപാട് ലൂസായി പോകാതിരിക്കും. ഇനിയും ബ്രെഡ് എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് നമുക്ക് ബേക്കറികളിൽ അവൈലബിൾ ആണ്. സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇതുപോലെ സൈഡിലെ ആ കരിഞ്ഞിരിക്കുന്ന ഭാഗമെല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നിരത്തി ഇതിലേക്ക് സാൻഡ്വിച്ചിൻ്റെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സാധാരണ ഒരു സാൻഡ്വിച്ചിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. ഈ വെജിറ്റബിൾ ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇതുപോലെ പരത്തി നമുക്ക് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് മറ്റുള്ള ബ്രെഡും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിലേക്കാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡ്രൈ ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതും കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നടുവേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചേർത്ത് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓരോ പാക്കറ്റുകളായിട്ട് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടുള്ള എളുപ്പം, അവിടെ സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതൊരു ബോക്സിലാക്കി എടുക്കുകയാണ്. ഇനി ഇത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്.
പേര് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സാൻഡ്വിച്ച് കൊടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ലാഹ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് രാജാമ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വനമേഖലയാണ്. ആ വനത്തിനുള്ളിലുള്ള ട്രൈബൽസിലെ കുട്ടികൾക്കാണ് നമ്മളിന്ന് ഈ സാൻഡ്വിച്ച് കൊടുത്തത്. ഇവിടെ നാളുകളായിട്ട് എൻ്റെ ബ്രദർ കുട്ടികളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവനപ്പം എപ്പോഴും അവർക്ക് ഫുഡ് കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വളരെ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അതാണ് ഇന്ന് ചെയ്തത്. ഇന്ന് മാത്രമല്ല, തുടർന്നും ഫുഡ് ഇടയ്ക്ക് ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവർ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടർന്ന് അങ്ങനെ ഉള്ള ഫുഡുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.